പള്ളിയും അതേപോലെ തന്നെ മുന്തിരിത്തോട്ടവും ഇതിലാണ് നബി വിശ്രമിച്ചത്. ഇവിടെ നിന്നാണ് നബിയെ രക്ഷപ്പെടുത്തിയത്. അത്താസല്ലാവിനെ ശത്രുക്കൾ കാണാതെ രക്ഷപ്പെടുത്തി. ആ നിന്ന സ്ഥലത്ത്, നബി ഇരുന്ന സ്ഥലത്ത് ഇപ്പൊ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് അദ്ദാസ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പൊ കാണും. ഈ വലതുവശത്തേക്ക് നോക്കില്ലവർ ഈ പള്ളി. അപ്പൊ റസൂലുള്ള നമ്മൾക്ക് ഓർമ്മ വരുന്നതാണ്, മഹാരാജ റസൂലുള്ള ഓടി ഓടി രക്തധാരധാരയായി ഒഴുകിയപ്പോ വിശ്രമിക്കാൻ വേണ്ടിയിരുന്ന സ്ഥലമാണ് ആ കാണുന്ന പള്ളി. കാണുന്നുണ്ടോ? പള്ളി കാണുന്നുണ്ടോ? അവിടെ ആയിരുന്നു, ഇതായിരുന്നു മുന്തിരിത്തോപ്പ്. പിന്നെ ഉത്തുബത്തിന്റെയും ഷൈബത്തിന്റെ ഒക്കെ മുന്തിരിത്തോപ്പ് ഇതായിരുന്നു. ഇതിലെ കാവൽക്കാരനായിരുന്നു ആര്? ഈ അദ്ദാസ് എന്ന് പറയുന്നത്. അദ്ദേഹം റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമായി, റസൂലുള്ളാഹിക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്ത് റസൂലുള്ളാഹിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മഹാന്റെ പേരിൽ ഇന്നും കാണുന്ന പള്ളിയുണ്ട് അവിടെ. ഇന്നും ഈ കാണുന്ന തോട്ടം കണ്ടോ? ഇപ്പോഴും അതിന്റെ ഉള്ളിൽ പിന്നെ മുന്തിരിയായിട്ടും പല പച്ചക്കറികളായിട്ടും തോട്ടത്തില് കൃഷി ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? ഈ കാണുന്ന റസൂലുള്ള ഓടിയ സ്ഥലം, റസൂലുള്ളാഹിന്റെ കാലിൽ നിന്ന് ധാരധാരയായി രക്തം നോക്കിയ സ്ഥലമാണ് ഈ കാണുന്നത്. അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ ഒരു അംശം പോലും നമ്മൾ സഹിച്ചിട്ടില്ല. റസൂലുള്ള വിശ്രമിച്ച, നമ്മളൊക്കെ ചരിത്രം അറിയുന്നതാണ്. തായിഫിന്റെ ചരിത്രം നടന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ നബി ആ പള്ളിയാണ് മസ്ജിദ് അദ്ദാസ് എന്ന് പറയുന്ന പള്ളി. കണ്ടോ? ആ ചെറിയ പള്ളി. ഇതിന്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല, നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്. നമുക്കും നമ്മൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇനി ഇവിടെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ള വിശ്രമിച്ചപ്പോ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, ഈ രണ്ട് മല ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്, ഇതുകൊണ്ട് ഈ ശത്രുക്കൾ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂൽ എന്താ പറഞ്ഞേ? വേണ്ട ജിബ്രീൽ, അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മുസ്ലിമായാൽ അതാണ് എനിക്ക് ഖൈറ്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ആളുകളൊക്കെ എന്താണ്